ഈ 1.72 മാത്രമല്ല, 1.7 അതിനകത്തൊരു ടിപ്പ് മാത്രമാണ്. അല്ലാതെ തന്നെ പുറത്തോട്ടൊന്നും കാര്യമില്ല. എന്തെങ്കിലും പർപ്പസിന് വേണ്ടി വൈറ്റ് മണി ആവശ്യം വന്നപ്പോൾ കൊടുത്തതാണ്, ബാക്കിയെല്ലാം ബ്ലാക്ക് മണിയാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഈ ഫണ്ടുകൾ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുള്ളതൊന്നും ഇന്ത്യയിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, എല്ലാം വിദേശത്താണ്. അപ്പോൾ വലിയ രീതിയിലുള്ള ഓപ്പറേഷൻസ്, വിദേശ ഓപ്പറേഷൻസ് അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അപ്പം ഞാൻ പറഞ്ഞ പോലെ എവിടെയോ വൈറ്റ് മണി ആവശ്യം വന്നപ്പോൾ നടത്തിയൊരു ട്രാൻസാക്ഷൻ മാത്രമാണ് ഈ 1.72. 2016 മുതൽ 19 വരെ, 19 മുതൽ 23 ഡിസംബർ മാസം 18 വരെ സുലഭമായി ഇത് ഈ ട്രെഡ്ജിങ് തുടരുകയാണ്. അപ്പോൾ അവിടെ നടത്തിക്കുന്ന ഇടപാടുകൾ അന്വേഷിച്ചിട്ടില്ല. ഞാൻ ആവശ്യപ്പെട്ടേക്കുന്നത് 2019 അവസാനിക്കാനല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ കരിമണൽ കൊള്ളയെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണമാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം മേടിച്ചിട്ടുള്ള ഇപ്പോൾ അതിനകത്ത് തന്നെ എത്ര പേരുണ്ട്? ഞാൻ പിണറായി വിജയൻ കൊണ്ട് മാത്രം നിർത്തിയല്ലോ. അതിനകത്ത് OC ഉണ്ട്, PKK ഉണ്ട്, IK ഉണ്ട്, RC ഉണ്ട്. ആര് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണം. അതിനകത്ത്. നമസ്കാരം. കരിമണലിൽ പുരണ്ടു നിൽക്കുകയാണ് പിണറായി കുടുംബം. കേസിൽ എന്ത് സംഭവിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്തു തന്നെയായാലും ഹൈക്കോടതി നിലപാടുകൾ പിണറായി കുടുംബത്തിന്റെ അടിത്തറ ഇളക്കുന്നതായിരിക്കുമെന്ന് അവർക്ക് തന്നെ നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ട് ക്ലിഫ് ഹൗസിൽ SFIO എത്തും മുമ്പ് എത്തിയത് ക്വിക്ക് റെസ്പോൺസ് ടീമാണ്. കാരണം കർണാടക ഹൈക്കോടതി വിധി എന്തായിരിക്കുമെന്ന ആശങ്ക പിണറായി കുടുംബത്തെ അലട്ടുന്നുണ്ട്. കേരളത്തിൽ ഹർജി കൊടുത്തിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചാണ് കർണാടകയിലേക്ക് വിട്ടത്. പക്ഷെ അവിടെയും രക്ഷയില്ല എന്നതാണ് അവസ്ഥ. ഇനിയിപ്പോൾ എല്ലാം വരുന്നയിടത്ത് വെച്ച് കാണാം എന്ന് വെച്ചാലും അറസ്റ്റ് ഒഴിവാക്കുക എന്നത് ഭഗീരഥ പ്രയത്നം തന്നെയാണ്. പക്ഷെ ഈ നീക്കം കൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കരിമണൽ കുംഭകോണം നടന്നത് 135 കോടി അല്ലെങ്കിൽ 1.72 കോടിയിലോ ഒതുങ്ങുന്നതല്ല. ഇതേക്കുറിച്ച് BJP നേതാവ് ഷോൺ ജോർജ് പറഞ്ഞതാണ് മുകളിൽ നാം കേട്ടത്. ടീ വിത്ത് TPN എന്ന ക്രൈമിന്റെ പുതിയ ചാനലിൽ വിവാദ അഭിമുഖങ്ങളുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇക്കാര്യം പുറത്തുവിട്ടത്. പിണറായിയും വീണയും അല്ലെങ്കിൽ പിണറായി കുടുംബം വിദേശത്തേക്കാണ് പണം കടത്തിയത്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിലെ ചാണക്യന്മാരുടെ കൂട്ടുകെട്ട് ഇറങ്ങുകയാണ് എന്നാണ് വിവരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ കേസിലെ ഓരോ വിശദാംശങ്ങളും പരിശോധിക്കുന്നുണ്ട്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കേസിന് പിന്നാലെയാണ്. ഈ 3 പേരുടെയും തീരുമാനം ഇനി അതിനിർണായകമാണ്. വിദേശത്ത് ഈ കുടുംബത്തിനുള്ള എല്ലാ നിക്ഷേപങ്ങളെയും കുറിച്ച് വിവരമറിയാൻ SFIO അതിവേഗ നിഗമനത്തിൽ എത്തിയാൽ അടുത്ത നിമിഷം തന്നെ CBI അന്വേഷണം വരാൻ സാധ്യത ഏറെയാണ്. അങ്ങനെ വരുമ്പോൾ വിവേക് കിരൺ വിജയന്റെ സാമ്പത്തിക ഇടപാടുകളെല്ലാം പരിശോധിക്കപ്പെടും. ആരുടെയെല്ലാം പേരിൽ ഏതെല്ലാം വിദേശ അക്കൗണ്ടിൽ പോയി എന്നാണ് അന്വേഷണത്തിലേക്ക് വരിക. ഈ കേസിനെ കുറിച്ച് മാത്യു കുഴൽനാടനും നിയമസഭയിൽ അടിയന്തര പ്രമേയം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും സ്പീക്കർ കുഴൽനാടനെ മൈക്ക് ഓഫ് ചെയ്യുന്ന അവസ്ഥ വരെയുണ്ടായി. അതോടെ മാത്യു കുഴൽനാടൻ പുറത്ത് പത്രസമ്മേളനം നടത്തി കാര്യങ്ങൾ വിശദീകരിച്ചു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയുമുണ്ടായി. മാത്യു കുഴൽനാടൻ സ്പീക്കറുടെ മേശപ്പുറത്ത് വെച്ചത് ഫോട്ടോസ്റ്റാറ്റ് ആണെന്ന പുതിയ ആരോപണം ഉയർത്തിയാണ് ഇനി ഈ വിഷയത്തെ പ്രതിരോധിക്കാൻ CPM ശ്രമിക്കുന്നത്. കരിമണലിൽ CPM വാദമെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ഈ വിഷയത്തിൽ ഇനി വലിയ ചർച്ചകൾക്ക് CPM മുതിരുകയുമില്ല. എക്സോലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ കേസ് എല്ലാം നിശ്ചയിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. സ്വകാര്യ കരിമണൽ കമ്പനിയായ CMRL നൽകിയ ഖനന കരാർ സർക്കാർ റദ്ദാക്കിയത് മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കെതിരെ ഉയർന്ന മാസപ്പടി ആരോപണത്തിന് ശേഷമാണ്. ഇതടക്കം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പരിശോധിക്കും. അതിനുശേഷം കേസ് അന്വേഷണം CBIക്കും വിടും. എന്നാൽ കർണാടക ഹൈക്കോടതി അന്വേഷണം തടഞ്ഞാൽ അത് എല്ലാ അർത്ഥത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനും CPMനും ആശ്വാസം. മാത്യു കുഴൽനാടൻ ഉയർത്തിവിട്ട വിവാദം കൊടുങ്കാറ്റായി മാറുകയാണ്. സ്വകാര്യ മേഖലയിൽ കരിമണൽ ഖനനം പാടില്ലെന്നും അതുവരെയുള്ള എല്ലാ കരാറുകളും റദ്ദാക്കണമെന്നും കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കുന്നത് 2019 ഫെബ്രുവരിയിലാണ്. ഇതിന് 4.5 വർഷം കഴിഞ്ഞാണ് CMRLന് ലഭിച്ച കരാർ റദ്ദാക്കിയത്.
റദ്ദാക്കിയ ഉത്തരവിറക്കുന്നതിന് 3.5 മാസം മുമ്പാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മാസപ്പടി ആരോപണം വരുന്നത്. അതായത് കൈക്കൂലി വാങ്ങിയതിനും അനധികൃത സേവനം ചെയ്തതിനും തെളിവായി ഇതെല്ലാം മാറുകയാണ്. ഈ സാഹചര്യത്തിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അടുത്ത നടപടികൾ നിർണായകമാകും. CMRLന്റെ ഉപകമ്പനിയായ കേരള റെയർ എർത്ത് ആൻഡ് മിനറൽസ് ലിമിറ്റഡ്, അതായത് KREML എന്ന കമ്പനിയാണ് ഖനനം നടത്തുന്നത്. ഈ കമ്പനിയാണ് CMRLനായി ഖനനത്തിനുള്ള കരാർ നേടിയത്. പൊതുമേഖലയിൽ മാത്രമേ ഖനനം പാടുള്ളൂ എന്ന വ്യവസ്ഥ വന്നിട്ടും കരാർ റദ്ദാക്കാതിരിക്കാൻ നോക്കിയതും പൊതുമേഖലാ സ്ഥാപനങ്ങളെ ഉൾപ്പെടുത്തി ജോയിന്റ് വെഞ്ചർ സാധ്യത തേടിയതും മുഖ്യമന്ത്രിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണെന്നാണ് മാത്യു കുഴൽനാടൻ MLA ആരോപിക്കുന്നത്. ഇതിന് രേഖകളുടെ പിൻബലവുമുണ്ട്. ഇതിനു വേണ്ടിയാണ് മാസപ്പടി എന്ന ആരോപണം വിവാദത്തിന് പുതിയ തലം നൽകും. നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനായിരുന്നു കുഴൽനാടന്റെ ശ്രമം. എന്നാൽ ഫോട്ടോസ്റ്റാറ്റ് രേഖയുമായി സഭയുടെ പവിത്രത കളയാൻ അനുവദിക്കില്ലെന്ന വാദത്തിൽ സ്പീക്കർ ഷംസീർ അനുവാദം നിഷേധിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിക്ക് മറുപടി പറയാൻ ഇല്ലാത്ത സാഹചര്യത്തിലായിരുന്നു ഇതെല്ലാം. എന്തായാലും മോദി അമിത്ഷാ കൂട്ടുകെട്ടുകൂടി ഈ കേസിൽ ഇടപെടാനായി ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. വിദേശ ഇടപാടുകളുടെ അന്വേഷണം കൂടി വരുന്നതോടെ പിണറായിക്കും വീണയ്ക്കുമുള്ള കുരുക്ക് മുറുകുക തന്നെ ചെയ്യും. നന്ദി.